ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിഡിലം NBFC ആണ് ചെയ്യാൻ പോകുന്നത്. അപ്ലൈ ചെയ്യുന്ന ഒരു 185% അപ്രൂവൽ ചാൻസ് ഉള്ള ഒരു കിഡിലം ആപ്ലിക്കേഷനാണ്. ഒരു ആപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ഗാലക്സി ഓഫ് ആപ്പ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് നമ്മളിൽ പല ആൾക്കാർക്കും, അതായത് ഇതിപ്പോഴും ചില ആൾക്കാർക്ക് അറിയില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഒരു ബാങ്കിൽ ലോൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫയൽ ആ ബാങ്കിൻ്റെ ആ ഒരു എലിജിബിലിറ്റിക്ക് അനുസൃതമല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അവർ റിജക്റ്റ് ചെയ്തിട്ട് അപ്പോൾ എൻക്വയറിയിൽ നമ്മുടെ സിബിൽ സ്കോർ വരും. അങ്ങനെ ഒരു മാസത്തിൽ 5-6 എൻക്വയറി വരികയാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്ത് ഒരു 10, 25, 30 ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ ആ ഒരു എൻക്വയറി വരില്ല, ഒറ്റ എൻക്വയറി മാത്രമേ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലും ബെറ്ററായിട്ട് കുറച്ച് അപ്രൂവൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ്, ഏതൊക്കെ NBFC ഉണ്ടെന്ന് നോക്കാം. നിറ ഫിനാൻസ് ഉണ്ട്, പ്രിവോ, IIFL ഫിനാൻസ്, ഇൻക്രെഡ് ഫിനാൻസ്, പേമി, അംബിറ്റ് ഫിൻവെസ്റ്റ്. ഇത് നമ്മൾ അധികം കേട്ടിട്ടില്ല, അംബിറ്റ് ഫിൻവെസ്റ്റ് ഒന്നും. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്, L&T ഫിനാൻസ്, ഏർലി സാലറി, ഫുള്ളർ ടോൺ, മണി വ്യൂ, ഫിനബിൾ, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, അപ്വേഴ്സ്, അതുപോലെ തന്നെ സുബ് ലൈഫ്, ഓട്ടേജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ലെൻഡിങ് കാർട്ട്, മണി വ്യൂ, ഫെയർസെൻഡ്, ആദിത്യ ബിർള, പേസൻസ് എന്ന് തുടങ്ങി ഒരു 10-50ഓളം ആപ്ലിക്കേഷനുള്ള കിഡിലം ഒരു NBFC ആണ് നമ്മളിവിടുത്തെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലെല്ലാം കൂടി ഓരോന്നിനും ലോഗിൻ ചെയ്യേണ്ട. ഒരു ഒറ്റ പ്രാവശ്യം നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ ഈ ഒരു ആപ്പിലേക്ക് എല്ലാം കൊണ്ടെത്തിക്കും. നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 85% നമുക്ക് അപ്രൂവൽ റേറ്റ് ഉള്ളതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ബാങ്കിൻ്റെ കാർഡല്ല, ഒരു 10-25 ബാങ്കിൻ്റെ കാർഡ്സുകൾ, പല വെറൈറ്റിയുള്ള കാർഡ്സുകൾ ഇതിൽ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ അപ്രൂവൽ ചാൻസ് ഒരു 85 to 90 ആയിരിക്കും നിങ്ങളുടെ അപ്രൂവൽ ചാൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ ലോൺ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏരിയ പിൻകോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ഏരിയ പിൻകോഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അവൈലബിൾ ആണോ അല്ലേന്ന് അറിയാൻ പറ്റും. അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ അത് ഉപേക്ഷിക്കാൻ കഴിയും. അതിനാണ് നിങ്ങളുടെ ഒരു ടൈം കില്ലിംഗ് ഒഴിവാക്കുക. ഇവിടെ പ്രൊസീഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാധാരണ ചോദിക്കുന്നത് നിങ്ങൾക്ക് സാലറി ആണോ ബിസിനസ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് നോർമലി ഇവിടെ സാലറിയുടെ കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, നിങ്ങളുടെ ജെൻഡർ, സ്റ്റേറ്റ്, സിറ്റി, പിൻകോഡ് ഇതെല്ലാം ഇവിടെ എൻ്റർ ചെയ്യുക. നമുക്കൊരു ഡമ്മി നെയിം കൊടുക്കാം. ഒരു മൊബൈൽ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ ലീഡ് സബ്മിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഒരു അനുഭവത്തിൽ പറയുകയാണ്, ഇത് വളരെ വളരെ സൂപ്പറായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. കാരണം നമുക്കൊരു കുറച്ചെങ്കിലും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോൺ അപ്രൂവ് ആയി കിട്ടും 100%. നമ്മുടെ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഒരുപാട് ബാങ്കിൽ നമ്മളിങ്ങനെ ഡോക്യുമെൻറ്റ്സും സാലറി സ്ലിപ്പും ആധാർ കാർഡും പാൻ കാർഡും കൊണ്ടും നമ്മൾ ഇറങ്ങിക്കയറി നടക്കേണ്ട. നമുക്ക് അവരുടെ ക്രെഡിറ്റ് ചെക്കും മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചോദിക്കും. ആ സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, നിങ്ങൾക്ക് അവിടെ അപ്രൂവലായി കിട്ടും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചെയ്യുക. ഈ ഒരു സമയത്തൊന്നും 12 രൂപ സാലറിയിലൊന്നും ആരും ലോൺ ചെയ്യില്ല, ഒരു ബാങ്കും NBFCയും ലോൺ ചെയ്യില്ല. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ 12,000 രൂപ നിങ്ങൾക്ക് നെറ്റ് സാലറി ഉണ്ടെങ്കിൽ ചെയ്യുന്ന 2-3 NBFCs ഉണ്ട്. ആ NBFCസിലെല്ലാം കൂടി നിങ്ങൾക്ക് അവർ ലോഗിൻ ചെയ്ത് തരും, നിങ്ങൾക്കത് അപ്രൂവൽ ആകുകയും ചെയ്യും. സാധാരണ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരുപാട് സൈറ്റുകളിലും അല്ലെങ്കിൽ ബാങ്കുകളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്നതാണ്. നമുക്കുള്ള സിബിലെല്ലാം ക്ലിയർ ആണ്, പക്ഷേ സാലറി 12 ഉള്ളൂ, 13 അല്ലെങ്കിൽ 15 താഴെ ഉള്ളൂ. സാധാരണ ബാങ്കുകളും ഒട്ടുമിക്ക NBFC എല്ലാം 15 മുകളിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ HDFC ബാങ്ക് ആയാലും ICICI ബാങ്കൊക്കെ ആണെങ്കിൽ 20,000 രൂപ 25,000 രൂപ ഡിപ്പെൻസ് ആണ്. അതായത് അവരുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ 15,000 രൂപ മതി, അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ 20-25. അപ്പോൾ നമുക്ക് സാധാരണ ജോലി ചെയ്യുന്ന അതായത് ലോ സാലറി സ്കെയിൽ എംപ്ലോയീസിനൊന്നും ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു NBFC 100% മുതൽക്കൂട്ടാണ്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക.
പിന്നെ ഒരു അർജൻറ്റ് ഇൻഫർമേഷൻ ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, നമ്മൾ പല ആൾക്കാരും സിബിൽ കൂട്ടാൻ വേണ്ടി പൈസ കൊടുക്കുന്ന ചില ഏജൻസികളെ നമ്മളെ FB വഴിയും ഇൻസ്റ്റ വഴിയും മറ്റ് സൈറ്റ് വഴി നമ്മൾ ബന്ധപ്പെട്ട് അവർ കൺവിൻസ് ചെയ്ത് സാറേ സിബിൽ നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ലെൻഡറുമായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് സിബിലെല്ലാം മാറ്റിത്തരാൻ ക്ലിയർ ചെയ്ത് തരാം എന്നൊക്കെ പറയും. പൈസ മേടിക്കും. 9, 10, 12 കൊടുത്ത ആൾക്കാരുണ്ട്. ഈ പൈസ പോകുന്നതല്ലാതെ നമ്മുടെ സിബിൽ യാതൊരു വേരിയേഷനും ഇല്ല. സിബിൽ സ്കോറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനു മുമ്പ് ഡ്യൂ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളത് ഓട്ടോമാറ്റിക്കലി സിബിൽ കൂടും. അല്ലാതെ പൈസ കൊടുത്തുന്ന സിബിൽ കൂടാൻ ചാൻസ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങളുടെ സിബിൽ ചിലപ്പോൾ കൂടും, സിബിൽ സ്കോർ, പക്ഷേ ട്രാക്ക് അതേപോലെ തന്നെ കാണാം. അതൊന്നും ആർക്കും അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു 5, 6, 7 വർഷം ആ ട്രാക്ക് അതേപോലെ കാണും. അതാണല്ലോ നമ്മുടെ ബാങ്കുകളും സിബിലിൽ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ആ ട്രാക്കിൻ്റെ അവിടെ നിങ്ങൾ എന്താ പറയുന്നത് ഡിഫോൾട്ട് ആണെങ്കിൽ ആ റെഡ് ഇൻഡ്യൂൾ കാണാം, ക്ലിയർ ആണെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു ഗ്രീൻ ടിക്കിൽ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ആ ഗ്രീൻ ടിക്കും ആ ഒരു റെഡ് ടിക്കൊന്നും അത് മാറ്റാൻ പറ്റില്ല. ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്തെങ്കിലും റോങ് ആയിട്ട് നിങ്ങളിപ്പോൾ EMI അടച്ചു, പക്ഷേ ഫിനാൻസ് റോങ് ആയിട്ട് ഇട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ സിബിലിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതവർ മാറ്റിത്തരും. അല്ലാതെ നമ്മൾ പൈസ കൊടുത്തൊന്ന് സിബിലൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ ഓർത്തുകൊണ്ടാണ് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. അങ്ങോട്ട് പ്രോസസ്സിംഗ് ചാർജ് കൊടുക്കുന്ന ഫീസ്, അങ്ങോട്ട് പ്രോസസ്സിംഗ് ചാർജ് കൊടുത്ത് ചെയ്യുന്ന ലോണ്, പിന്നെ സിബിൽ സ്കോർ കൂട്ടിത്തരാമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്ന രീതികൾ, ഇതൊക്കെ മാറ്റണം. നമ്മളെ പറ്റിക്കുന്നത് നമ്മൾ നിന്ന് കൊടുത്തിട്ടാണ് നമ്മളെ പറ്റിക്കുന്നത്. അല്ലാതെ ആരും നമ്മളെ എന്താ പറയുന്നത് ഇങ്ങോട്ട് കയറുന്ന പറ്റിക്കുന്നില്ല. നമ്മുടെ എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചിട്ട് നമ്മളെ പറ്റിക്കലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.